السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ മഹത്തായിട്ടുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള അനുഗ്രഹമാണ് നമ്മിൽ നിന്ന് തന്നെ, അഥവാ മനുഷ്യരിൽ നിന്ന് തന്നെ റസൂലുകളെ നിയോഗിച്ചു എന്നത്. കാരണം അതിലൂടെ മാത്രമാണ്, അഥവാ റസൂലുകളിലൂടെയാണ് എന്താണ് നാം അള്ളാഹുവിനോട് ചെയ്യേണ്ട കടമകൾ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ, എന്തെല്ലാമാണ് നാം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്കറിയാൻ സാധിക്കുക. ഈ റസൂലുകളെ നിയോഗിച്ചതിന്റെ ഉദ്ദേശവും ആ റസൂലുകളെ അനുസരിക്കണം എന്നതാണ്. ബാക്കിയുള്ള ആളുകൾ ഏതൊരു സമൂഹത്തിലേക്കാണോ റസൂലിനെ നിയോഗിക്കുന്നത്, ആ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് ആ സമൂഹത്തിന്റെ, ആ ഖൗമിന്റെ മേലെയുള്ള കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ റസൂലിനെ അനുസരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു റസൂലിനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. അപ്പൊ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുകളിൽ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് ഏറ്റവും അഫ്ദലായതിനെ അവസാനത്തിലേക്കാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും അഫ്ദലായ റസൂലിനെ അവസാനത്തിലേക്കാക്കിയത്, ഏറ്റവും അഫ്ദലായ ഉമ്മത്തിനെ അവസാനത്തിലേക്കാക്കിയത്, ഏറ്റവും അഫ്ദലായ സൃഷ്ടിയായ മനുഷ്യന്റെ സൃഷ്ടി ബാക്കി എല്ലാ സൃഷ്ടിപ്പിന്റെയും അവസാനത്തിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടത് റസൂലായതുകൊണ്ട് തന്നെ ആ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. റസൂലുകളോട്, അഥവാ നമ്മുടെ റസൂലിനോട് നാം വീട്ടിൽ കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട്. കാരണം നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല ഷഹാദത്ത് ചെയ്തിട്ടുള്ളത്, എന്തും അതിനോടൊപ്പം ചെയ്തിട്ടുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ ഈ മുഹമ്മദ് റസൂലുള്ളാഹിൽ ഷഹാദത്ത് ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള ഷഹാദത്ത് മാത്രം സ്വീകരിക്കപ്പെടില്ല, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹിലെ ഷഹാദത്തിനെ പൂർത്തീകരിക്കണമെങ്കിൽ നിർബന്ധമായും നമുക്കുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ റസൂലിനെ മറ്റാരേക്കാളും, നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സ്വന്തം ശരീരത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കണം. ആ റസൂലിനെ പിൻപറ്റണം, റസൂലിന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കണം, ആ റസൂലിന്റെ കൽപ്പനകളെ അനുസരിക്കണം, ആ റസൂൽ അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തണം, ആ റസൂല് വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കണം, ആ റസൂലിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കണം. അങ്ങനെ ഒരുപാട് രീതിയിൽ ആ റസൂലിനോടുള്ള കടമ നമുക്കുണ്ട്, മറ്റാരേക്കാളും. കാരണം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളെ ഏറ്റവും അധികം സ്നേഹിക്കുക. അതായത് ഒരാൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ 3 ഗുണങ്ങൾ കൊണ്ടാണ് സ്നേഹിക്കപ്പെടുക. ഒന്ന് ജമാല്, അയാളുടെ സൗന്ദര്യം കൊണ്ട്, അല്ലെങ്കിൽ കമാല്, അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകൊണ്ട്, അല്ലെങ്കിൽ നവാല്, ആ വ്യക്തിയെ കൊണ്ട് നമുക്കുള്ള നേട്ടം കൊണ്ട്. ഇതിൽ നമുക്കുള്ള നേട്ടം ദുനിയാവിൽ ഒരു സൃഷ്ടിയിൽ നിന്ന്, ഇത് 3 പൂർണ്ണമായിട്ടും അല്ലാഹു തആലയ്ക്കാണുള്ളത്. എന്നാൽ നമുക്കൊരു സൃഷ്ടിയിൽ നിന്നൊരു നേട്ടം ഉണ്ട് എങ്കിൽ ഏറ്റവും നേട്ടമുള്ളത് ആരിൽ നിന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്.
നമ്മൾ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഏറ്റവും ബാധ്യതയും കടമയൊക്കെ നമുക്ക് തോന്നുന്ന മാതാപിതാക്കളുണ്ട്. കാരണം എന്താണ്? ഉമ്മയാണ് 9 മാസം ഗർഭം ചുമന്ന് നമ്മളെ പ്രസവിച്ചത്. ഉപ്പയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കാൻ ഒരു കാരണമായി തീർന്നത്. അതുകൊണ്ട് അവർ സഹിച്ച ബുദ്ധിമുട്ടുകളും ക്ലേശത്തിന്റെയും പകരമായി അവരോട് നമ്മൾ പുണ്യം ചെയ്യുന്നു, അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നു. അപ്പൊ അവരിൽ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മെ അറിയിച്ചതും നരകത്തിൽ നിന്ന് അകലാനുള്ള കാര്യങ്ങളെ അറിയിച്ചതുമായിട്ടുള്ള, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ള, നാളെ പരലോകത്ത് ഓരോ റസൂലും അവരുടെ സമൂഹത്തെ വിട്ടുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരണ തുടങ്ങാൻ വേണ്ടി അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലായി വീഴും. എന്നിട്ട് റസൂലിനെ വിളിച്ചു പറയും, യാ മുഹമ്മദ്, നീ തല ഉയർത്തിക്കോ, നീ ചോദിച്ചോ, നിനക്ക് നൽകാം, നീ ശുപാർശ ചെയ്തോ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്ന വാക്ക് എന്താ അറിയോ? ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് റബ്ബേ, എന്റെ ഉമ്മത്ത്. അപ്പോ അത്രയും നമ്മോട് സ്നേഹം കാണിച്ചിട്ടുള്ള, നമ്മോട് കാരുണ്യമുള്ള, നമ്മോട് കൃപയുള്ള, നമുക്ക് വേണ്ടി അള്ളാഹുവിന് മുമ്പിൽ സംസാരിക്കുന്ന, ശുപാർശ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള, നമ്മെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. ഇത് ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനോടുള്ള അനുസരണം പറയുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണവും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് അള്ളാഹുവിനുള്ള അനുസരണമാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ അനുസരിച്ചിട്ടുള്ളത്. ഇനി ധാരാളം കൽപ്പനകൾ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കാണാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂലഹു, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കുക. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ, നീ പറയുക ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയുമാണ് അനുസരിക്കുന്നത്. അനുസരിക്കാൻ വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം. ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അതുപോലെ സൂറത്തുൽ ഹശ്റിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിട്ടുള്ളത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ, റസൂലിന്റെ കൽപ്പനകൾ, റസൂലിന്റെ തീരുമാനങ്ങൾ, അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത് ഫൈഇന്റെ വിഷയത്തിലാണ്. അഥവാ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് യുദ്ധം നടന്നിട്ടില്ലാതെ ആ ശത്രുക്കൾ കീഴൊതുങ്ങി പോവുകയാണെങ്കിൽ, യുദ്ധം നടത്തുന്നില്ല, ശത്രുക്കൾ കീഴൊതുങ്ങി പോവുകയാണെങ്കിൽ ആ ഗനീമത്ത് സ്വത്ത് മുഴുവനായി അള്ളാഹുവിനും റസൂലിനും ഉള്ളതായി തീരും. അതല്ലെങ്കിൽ 1/5 അള്ളാഹുവിനും റസൂലിനും ബാക്കി ആളുകൾക്ക് വീതിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ കിട്ടിയതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടമുള്ള പ്രകാരം ഫുഖറാക്കൾക്കും ആവശ്യക്കാർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുക ചെയ്യുക. അവിടെയാണ് ഈ ആയത്ത് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ ഖുർആനിൽ പൊതുവായിട്ടൊരു നിയമമുണ്ട്. ഖുർആനിൽ ഒരു ആയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പൊതുവായിട്ടാണ് സ്വീകരിക്കുക. ഇവിടെ ആ സമ്പത്ത് നൽകുന്ന വിഷയത്തിലാവട്ടെ, കൽപ്പനകൾ വിഷയത്തിലാവട്ടെ, എന്ത് കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ അംഗീകരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതിനെ ഒഴിവാക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയവും എല്ലാവിധ ബറക്കത്തും അള്ളാഹുവിൽ നിന്നുള്ള സഹായവും എല്ലാം നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ കാണിക്കുന്ന അനുസരണത്തിനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ 2 യുദ്ധങ്ങൾ, ആ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണത്തിൽ വീഴ്ച വരുത്തുന്നതിനും മഹത്തായ പാഠങ്ങൾ നൽകുന്നതാണ്. ഒന്നാമത്തേത് ബദർ യുദ്ധം. ചരിത്രം മുഴുവൻ വിശദീകരിക്കുന്നില്ല, സന്ദർഭം മാത്രം പറയാം. ബദറിലേക്ക് യുദ്ധം എന്നുള്ള ഒരു ഉദ്ദേശമില്ലാതെ, സൈന്യമോ ആയുധമോ ഒന്നും ഒരുക്കാതെ, ചെറിയ കയ്യിൽ കരുതാവുന്ന ആയുധങ്ങൾ മാത്രമായിട്ടാണ് ആ ബദറിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു വലിയ സംഘം
അബൂജഹലിന്റെയും എല്ലാം നേതൃത്വത്തിൽ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തീരുമാനമെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായിട്ട് കൂടിയാലോചിച്ചു. ആ സമയത്ത് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ യുദ്ധം ചെയ്യണോ അതോ തിരിച്ചു പോവാണോ വേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ആ കൂട്ടത്തിൽ മുഹാജിറുകളായിട്ടുള്ള അഥവാ കഴിഞ്ഞ 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, ദഅവത്ത് നടന്ന് ഹിജ്റ ചെയ്ത് ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളാണ് മുഹാജിറുകൾ. അതിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികൾ പറഞ്ഞു, റസൂലേ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കോളി, ഞങ്ങൾ പിന്നിലുണ്ടാവും, ഞങ്ങൾ ഒപ്പം ഉണ്ടാകും, നിങ്ങൾ എന്താ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞു. റസൂൽ വീണ്ടും ഈ ചോദ്യം ചോദിക്കാം. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ആളുകൾക്ക്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾക്ക് മനസ്സിലായി ആ ചോദ്യം അൻസാരികളോടാണ് എന്ന്. കാരണം അൻസാരികൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ കച്ചവടവും സമ്പത്തും ഒക്കെ ഉള്ള ആളുകളാണ്. അവരിലേക്കാണ് മുഹാജിറുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അൻസാരികളെ കൂടുതൽ അടുത്ത് പരിചയമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ബദർ നടക്കുന്നത് ഹിജ്റ കഴിഞ്ഞിട്ട് 1-2 വർഷത്തിലാണ്. അപ്പൊ കൂടുതൽ പരിചയമായിട്ടില്ല. അപ്പൊ അവരെന്ത് പറയുന്നു എന്ന് അറിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താണ് പറഞ്ഞത്? റസൂൽ, നിങ്ങൾ ഈ കടലിലേക്ക് മുന്നിട്ട് പോയാലും ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും. എന്തിനാണ് എന്ന് ചോദിക്കാതെ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും. ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ പോലെ നീയും നിന്റെ റബ്ബും കൂടി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ പറയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ റിവായത്ത് ഉദ്ധരിക്കുന്ന സ്വഹാബികൾ പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആ സന്തോഷം തെളിഞ്ഞുവെന്ന്. കാരണം അള്ളാഹുവിനും റസൂലിനും കാണിച്ച അനുസരണവും പിന്താങ്ങും അവിടെ പിന്നീട് എന്തുണ്ടായി? ബദറിൽ അത്ഭുതകരമായിട്ടുള്ള വിജയവും ആ ബദറിൽ അതിനുവേണ്ടി തയ്യാറായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതിഫലം, പാപമോചനം എല്ലാം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു. പിന്നീട് അടുത്ത വർഷമുണ്ടായ ഉഹുദ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഉഹുദിലെത്തി. യുദ്ധത്തിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സ്വഹാബികളോട്, അമ്പെയ്ത്തുകാരായിട്ടുള്ള സ്വഹാബികളോട് പറഞ്ഞു, ജബലുർ റുമാത്ത്, ഉഹുദിന്റെ കുറച്ച് ഭാഗത്തായിട്ടുള്ള ഒരു ചെറിയ പർവ്വതമാണ്, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയാതെ നിങ്ങൾ വരരുത് എന്നും പറഞ്ഞു, ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിമീങ്ങൾക്ക് വിജയം കൈവരിച്ച അവസ്ഥയുണ്ടായി. മുസ്ലിമുകൾ ഗനീമത്ത് സ്വത്ത് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ചില ആളുകൾ, ആ ജബലുർ റുമാത്തിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗമുള്ള ആളുകൾ കരുതി യുദ്ധം കഴിഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവരോടൊപ്പം പോയി ഗനീമത്ത് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടാം, നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കം ചില സ്വഹാബികൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പോകരുത്, അള്ളാഹുന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത് റസൂൽ പറയാതെ ഇവിടുന്ന് ഇറങ്ങരുത് എന്നല്ലേ, അവിടെ നിങ്ങൾ പോകരുത്. പക്ഷെ സ്വഹാബികൾ മനസ്സിലാക്കിയത് യുദ്ധം കഴിഞ്ഞ സ്ഥിതിക്ക് പോകാമെന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരിറങ്ങി. ചുരുങ്ങിയ ആളുകൾ മാത്രമായി അതിന്റെ മേലെ. പെട്ടെന്നാണ് ഖാലിദ് ബിൻ വലീദ്, അതുപോലെ ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹുമ, അന്ന് മുശ്രിക്കുകളായിരുന്നു, അവരുടെ നേതൃത്വത്തിലുള്ള ഇവർ രണ്ടുപേരെയും നേതൃത്വത്തിലുള്ള സൈന്യം വന്ന് ആക്രമിക്കുകയും പിന്നീട് മുസ്ലിമീങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, 70ഓളം മുസ്ലിമീങ്ങൾ മരണപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും പല്ല് പൊട്ടിപ്പോകുന്ന, മുറിവേൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടായത്. ഈ രണ്ട് സംഭവവും ഗൗരവമേറിയ പാഠങ്ങളാണ്, നാം ചിന്തിക്കേണ്ട പാഠങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ ഒരു കാര്യമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുസരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒഴിവാക്കിയിരിക്കും. അത് ദുനിയാവിലും പരലോകത്തും നമുക്ക് ഏറ്റവും വലിയ രക്ഷയാകുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതാണ്. അപ്പൊ ഈ കാര്യം ഖുർആനിലൂടെ അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ-റസൂല, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളോടൊപ്പമായിരിക്കും. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ള ആളുകളോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീന, നബിമാരുടെ കൂടെ, വസുദ്ദീഖീന, സിദ്ദീഖീങ്ങളുടെ കൂടെ,
വശുഹദാ ശുഹദാക്കളുടെ കൂടെ, വസ്സാലിഹീൻ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂടെ, വഹസുന ഉലൈക റഫീഖ എത്ര നല്ല കൂട്ടുകാരാണ് അവർ. സ്വർഗത്തിൽ ഉന്നത ദർജയിലുള്ള ആളുകളാണ് റസൂലുകൾ, നബിമാർ, പിന്നീട് സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇവരോടൊപ്പം എത്തിച്ചേരാനുള്ള മാനദണ്ഡം എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ്. എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സത്യപ്പെടുത്തിയിട്ട് അങ്ങനെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രശസ്തമായ ഒരു അഫറുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒന്നുപോലും ഞാൻ വിടാതെ അതിനെ പിൻപറ്റിയിട്ടുണ്ട്. എന്നിട്ട് പറയുമായിരുന്നു, ഒന്നെങ്ങാനും ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സുന്നത്ത് ഞാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാതും ഞാൻ പിൻപറ്റിയിട്ടുണ്ടായിരുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ നമ്മൾ എത്രത്തോളം ആവശ്യക്കാരാണ് അതിലേക്ക്, എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് നാം അനുസരണം കാണിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഒന്ന്, എന്തൊക്കെയാണ് റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ എന്ന് നമുക്ക് അറിയണം. നമുക്ക് നമ്മൾ അറിയാതെ എങ്ങനെ ചെയ്യാം? ഇപ്പൊ റസൂൽ ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട്, ഇന്നത് വിരോധിച്ചിട്ടുണ്ട്, റസൂൽ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയല്ല. ഇതെല്ലാം പഠിച്ചാലും അതിനെക്കുറിച്ച് അറിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടാലും അതുപോലെ ദീനിന്റെ മറ്റു നിയമങ്ങൾ പഠിച്ചാലും ഇൽമിന്റെ സദസ്സുകളിൽ ഇരുന്നാൽ മാത്രമേ ആ കാര്യങ്ങൾ അറിയുള്ളൂ. ഒന്നാമത്തേത് നമ്മളത് പഠിക്കലാണ്, നമ്മൾ മനസ്സിലാക്കലാണ്. രണ്ടാമത്തേത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കലാണ്. ഇനി നമുക്ക് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ, വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ മുആമലാത്തുകൾ ഇടപാടുകളിലാവട്ടെ നമുക്ക് ഏറ്റവും മാതൃകയായിരിക്കേണ്ട ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ച ചില അനുസരണങ്ങളും അതുപോലെ അതിന് അല്ലാഹു തആല നൽകിയ മഹത്തായ സ്ഥാനങ്ങളും പ്രതിഫലങ്ങളും ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിരുന്നു, അതുപോലെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിലും വിരോധനങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. ആ വ്യക്തിയുടെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു മോതിരമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് അറിയിച്ചിട്ടുള്ള കാര്യമാണ്, ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് സ്വർണം എന്താണ് ഹറാമാണ്, വിരോധിച്ചിട്ടുണ്ട്. വെള്ളിയോ മറ്റോ ഒക്കെ അനുവദനീയമാണ്. അപ്പോ ഈ സ്വർണം ഇട്ടിട്ടൊരു സഹാബി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വരുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നരകത്തിന്റെ ഒരു തീയിന്റെ അംശമാണെന്നെല്ലാം പറഞ്ഞ് അത് ഊരി വലിച്ചെറിഞ്ഞു. അങ്ങനൊരു സംഭവം ഉണ്ടായി, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞപ്പോ ബാക്കിയുള്ള സഹാബികൾ വന്നിട്ട് ഈ വ്യക്തിയോട് വന്നിട്ട് പറഞ്ഞു, നീ ആ സ്വർണ്ണമോതിരം എടുത്തോ, എന്നിട്ട് അത് വിറ്റിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു, വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ സഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, ലാ അൽബസുഹു അബദ, ഞാൻ ഇനി അത് ഒരിക്കലും ധരിക്കുകയില്ല, എനിക്കത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള, എന്നിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു കാര്യം വേറെ ഒരു ആവശ്യത്തിന് പോലും എനിക്ക് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയത് എനിക്ക് വേണ്ട എന്ന സ്വഹാബി പറഞ്ഞ് ഒഴിവാക്കുക. കാരണം അത് എടുക്കൽ അനുവദനീയമാണ്, വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം, ഒന്നും തെറ്റല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി, അത് എന്റെ കയ്യിൽ നിന്ന് എറിഞ്ഞു എന്ന കാരണത്താൽ അതിന് എനിക്ക് വേണ്ട, അതെനിക്ക് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഹാബികളിൽ ഒരാൾ ചെയ്ത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, സ്വഹാബികൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിരുന്നു എന്നുള്ളത് അറിയിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പിട്ട് നിസ്കരിക്കാറുണ്ട്, ചെരുപ്പിടാതെയും നിസ്കരിച്ചിട്ടുണ്ട്. അന്ന് മസ്ജിദിൽ ചരൽക്കല്ലും എല്ലാം ആകുമല്ലോ.
അവ ചെരുപ്പിട്ട് നിസ്കരിക്കുന്ന ആ സമയത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ചെരുപ്പും അഴിച്ച് തന്റെ ഇടത് ഭാഗത്ത് വെച്ചു. നിസ്കരിക്കുന്ന ഇടയിൽ തന്നെ ആ ചെരുപ്പ് ഊരിയിട്ട് മാറ്റിവെച്ചു. അപ്പൊ ഇത് നിസ്കാരത്തിൽ മനസ്സിലാക്കിയ സഹാബികൾ അവരും അതുപോലെ അവരുടെ ചെരുപ്പുകൾ ഊരി മാറ്റിവെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ചെരുപ്പ് ഊരി വെച്ചത്, എന്തിനാണ് നിങ്ങൾ ചെരുപ്പ് ഒഴിവാക്കിയത് ചോദിച്ചു. അപ്പൊ സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈന, റസൂലേ നിങ്ങളത് ഊരി വെക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ഊരി വെച്ചു. നിങ്ങളത് ഊരി വെക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ഊരി വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിക്കുമ്പോൾ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്റെ ചെരുപ്പുകളിൽ നജസ് ഉണ്ട് എന്നത്, അതുകൊണ്ടാണ് ഞാനത് ഊരി വെച്ചത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ പിൻപറ്റാൻ വേണ്ടി തയ്യാറായിരുന്ന ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ എങ്ങാനും ഒരാൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി താക്കീത് ചെയ്യുന്ന, ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഉദ്ധരിച്ചു, ലാ തംനഉ ഇമാ അല്ലാഹി അൻ യുസല്ലീന ഫിൽ മസ്ജിദ്, അല്ലാഹുവിന്റെ അടിമ സ്ത്രീകളെ അഥവാ മുഅ്മിനത്തുകളെ സ്ത്രീകളെ മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, ഇന്നാ ലനംനഉഹുൻ, തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ തടയും. എതിർത്ത് പറയാനല്ല ഉദ്ദേശിച്ചത്, ആ സ്ത്രീകൾ മസ്ജിദിലേക്ക് പോയി അവിടെ വേറെ ഫിത്നകളൊന്നും ഉണ്ടാകാതിരിക്കാൻ അവർക്ക് ഏറ്റവും ഉത്തമം വീടാണ്, അതെല്ലാം അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട സമയത്ത് ഫഗദിബ ഗളബൻ ശദീദൻ, വളരെ ശക്തമായി കോപിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നല്ല കോപം വന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കെന്താ അറിയോ, ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു ഇന്നാ ലനംനഉഹുൻ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നാണ് ഒരു വാക്കുദ്ധരിച്ചിട്ടുള്ളത്, റസൂല് പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്, നീ അതിനെതിരെ ചെയ്യുമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ഗൗരവത്തിൽ താക്കീത് ചെയ്യുകയുണ്ടായി, ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ കൽപ്പനകളെയും വിരോധനങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് അതിന് പരിഗണന കൊടുക്കുന്നത്, അഥവാ റസൂലുള്ളാഹിന്റെ കൽപ്പനകൾക്കും വിരോധനകൾക്കും പരിഗണന കൊടുക്കുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാ മേഖലയിലും നമ്മുടെ പെരുമാറ്റം, ഒന്നാമത് നമ്മുടെ ഇബാദത്തുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചായിരിക്കണം. നമ്മുടെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചായിരിക്കണം. പഠിക്കണം എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കണം. നമ്മുടെ വേഷം, നമ്മുടെ രൂപം, നമ്മുടെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്, കൽപ്പന എന്താണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സഹോദരങ്ങളെ, സ്വഹാബികളുടെ ജീവിതത്തിൽ കാണാം, അവർക്ക് എത്ര വിലപ്പെട്ട കാര്യമാണെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാകാൻ വേണ്ടി അതിനെ ഒഴിവാക്കാൻ അവർ തയ്യാറായിരുന്നു. ഒരു സംഭവം കാണാം, അബൂ മസ്ഊദ് അൽ ബദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാ, കുൻതു അദ്രിബു ഗുലാമൻ ലീ ബിസ്സൗത്ത്, അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ എന്റെ ഒരു അടിമ ചെക്കനെ ഞാൻ ചാട്ട കൊണ്ട് അടിക്കുകയായിരുന്നു. എന്തോ ആടിനെ മേക്കുന്നിടത്തോ എന്തോ ചെന്നായെ പിടിച്ചോണ്ടോ അതുപോലെ എന്തോ ഒരു സംഭവമായിട്ട് വന്നപ്പോ അതിന് അടിക്കുകയായിരുന്നു. ഫസമിഅതു സൗതൻ മിൻ ഖൽഫി, അങ്ങനെ ഞാൻ അടിക്കുന്ന സമയത്ത് എന്റെ പിന്നിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? ഇഅലം അബാ മസ്ഊദ്, നീ മനസ്സിലാക്കണം എന്ന് കേട്ടു. എന്നിട്ട് സഹാബി പറയാണ്, ഫലം അഫ്ഹമി സൗത മിനൽ ഗളബ്, ഞാൻ വളരെ കോപത്തിലായിരുന്നു, അതുകൊണ്ട് ആരുടെ ശബ്ദം എനിക്ക് മനസ്സിലായില്ല, ശബ്ദം ആരെയെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അബൂ മസ്ഊദിനോട് പിന്നെ വീണ്ടും പറഞ്ഞു, ഫലമ്മ ദനാ മിന്നി ഇദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അങ്ങനെ ആ ശബ്ദം അടുത്തേക്ക് വന്നു. എന്റെ അടുത്തേക്ക് ആള് വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അല്ലാഹുവിന്റെ റസൂലായിരുന്നു. അങ്ങനെ റസൂലിനെ കണ്ടപ്പോ ഫഅൽഖൈതു സൗത മിൻ യദി, എന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ചാട്ട താഴേക്കിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇഅ്ലം അബാ മസ്ഊദ്, അബാ മസ്ഊദ്, നീ മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, നിനക്ക് ഈ അടിമച്ചക്കന്റെ മേലെയുള്ളതിനേക്കാൾ അധികാരവും കഴിവും ശക്തിയും ആർക്കുണ്ട്? നിന്റെ മേലെ അള്ളാഹുവിനുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. അതായത് ആ അടിച്ചത്, അടിമകളെ അടിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള അദബിന് വേണ്ടി ചെറിയ രീതിയിൽ അനുവദിച്ചിട്ടുള്ളൂ, അല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. അപ്പോ നീ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹാബി പറഞ്ഞു, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദാ, സഹാബി പറയാണ്, അതിനുശേഷം ഞാൻ ഒരു അടിമയും അടിച്ചിട്ടില്ല. വേറെ റിവായത്തിൽ കാണാം, ആ അടിമയെ സ്വതന്ത്രനാക്കി ഒഴിവാക്കി, സ്വതന്ത്രനാക്കി വിട്ടുകൊടുക്കുകയും ആ സഹാബി ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ശരിക്കും അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വില പിടിച്ചൊരു കാര്യമാണ്. ഒരാൾക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് ഒരു അടിമ എന്നത്. ആ അടിമയെ അടിച്ചിട്ടില്ല, ഞാൻ അടിക്കില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ അടിക്കില്ല എന്ന് മാത്രമല്ല, ആ അടിമയെ മറ്റൊരു ലാഭവുമില്ലാതെ സ്വതന്ത്രനാക്കാൻ ആ സഹാബി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് എത്രത്തോളമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കടമപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ കാരണം അതാണ് ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും വിരോധനങ്ങളുമാണ് ദീന്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കണം, വിരോധനങ്ങളെ ഒഴിവാക്കണം. ഇനി നോക്കൂ, സഹാബി വനിതകളുടെ ഒരു സംഭവം കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹിജാബിന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, മുഹാജിറത്തുകളായ സ്ത്രീകൾക്ക് അല്ലാഹു തആല കാരുണ്യം ചൊരിയട്ടെ. ലമ്മ അൻസലല്ലാഹു വൽയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ, അവരുടെ ഹിമാറുകൾ അവരുടെ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ, മുഖമക്കനകൾ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശഫഖന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവരുടെ ബാക്കിയുള്ള വസ്ത്രങ്ങളിൽ നിന്നെല്ലാം കൂടുതലുള്ള ആ ഭാഗങ്ങളെല്ലാം വെട്ടിയെടുത്ത് അവരുടെ മുഖമടക്കം അവരുടെ ആ മാറിടത്തേക്ക് താഴത്തേക്ക് ആ മുഖമക്കനകൾ താഴ്ത്തിയിടാൻ അവർ തയ്യാറായി. അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാലത്ത് ലമ്മാ നസലത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മുകളിലൂടെ ജിൽബാബുകൾ ഇടട്ടെ എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ഖറജ നിസാഉൽ അൻസാർ കഅന്ന അലാ റൂസിഹിന്ന അൽഗർബാന മിൽ അക്സിയ, ആ അൻസാരികളായ സ്ത്രീകൾ അവരുടെ ബാക്കിയുള്ള വസ്ത്രങ്ങളെല്ലാം മുറിച്ചെടുത്ത് മുഖമടക്കം മറച്ച് കാക്കകൾ കൂട്ടമായി നിൽക്കുന്ന പോലെ മുഖം മറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അവർ ഹിജാബിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, സ്വഹാബികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാക്കുകളെയാണ് ഇതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഹിജാബിന്റെ വിഷയത്തിലൊക്കെ മുസ്ലിം സ്ത്രീകൾ അവരൊന്ന് ചിന്തിച്ച്, ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഇതെങ്ങനെ സഹാബികൾ മനസ്സിലാക്കി? ഹിജാബിന്റെ ഏതൊരു ആയത്തെടുത്താലും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത രീതി നോക്കിയാലും ഇനി അത് സഹാബികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് എങ്ങനെ പരിശോധിച്ചാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങി സഹാബികളും സഹാബി വനിതകളും എല്ലാം അതിനെ മനസ്സിലാക്കിയത് മുഖമടക്കം മറക്കണമെന്നാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കുന്നവർ അങ്ങനെയാണ് ചെയ്തത്, സഹാബികൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സന്ദർഭത്തിലും ഈ ഒരു നിലപാടായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണം എന്നതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിനെ അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കി ആ കാര്യങ്ങളെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു.
റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കാറുള്ള ഒരു തുന്നൽക്കാരനുണ്ടായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ തുന്നലാണ് ജോലി, പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി ക്ഷണിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ഭക്ഷണം കഴിക്കാൻ പോയി. റസൂലുള്ളാഹിന്റെ ഖാദിമാണ് അനസ് ബിൻ മാലിക്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഭക്ഷണം എന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഖുബ്സൻ, റൊട്ടി ഉണ്ടായിരുന്നു, വമറഖൻ ഫീഹി ദുബ്ബാഉൻ വഖദീദുൻ, ഒരു കറി ഉണ്ടായിരുന്നു. ആ കറിയിൽ ദുബ്ബാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചുരക്ക എന്ന് പറയുന്നത്, അതുപോലെ ഖദീദ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള മാംസം. അപ്പൊ ഈ മാംസവും ചുരങ്ങയും ഒരുമിച്ചിട്ട് വെച്ചിട്ടുള്ള ഒരു കറിയും ഉണ്ടായിരുന്നു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, യതതബ്ബഉ ദുബ്ബാഅ മിൻ ഹവാലി അൽ ഖസ്അ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുരങ്ങയുടെ കഷ്ണങ്ങൾ പ്രത്യേകം ഇങ്ങനെ, ഇപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എടുക്കുമല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുബ്ബാകൾ പ്രത്യേകമായിട്ട് വേറിട്ടിട്ട് ഇങ്ങനെ എടുക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലം അസൽ ഉഹിബ്ബു ദുബ്ബാഅ മിൻ യൗമിഇദിൻ, അന്ന് മുതൽ എനിക്കും ചുരങ്ങ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എനിക്കും അത് ഇഷ്ടാവാൻ തുടങ്ങി. ഇത് അനുസരണത്തിനേക്കാൾ അപ്പുറത്തേക്കാണ്. അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതിനെല്ലാം ഇഷ്ടപ്പെടുക എന്നുള്ളത് ആ തരത്തിൽ നിർബന്ധമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ഒരാൾ ചുരങ്ങയെ ഇഷ്ടപ്പെട്ടില്ല, ഒരാൾക്ക് ചുരങ്ങ ഇഷ്ടമല്ല, അതിന് മേലെ കുറ്റം ഉണ്ടാവുമോ? ഇല്ല, അതിന്റെ മേലെ കുറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ പോലും പരിഗണിക്കാറുണ്ടായിരുന്നു. അതുപോലും അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ധാരാളം ചരിത്രങ്ങൾ ഈ രീതിയിൽ സ്വഹാബികളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ചരിത്രമാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഒരു കുറിയവനായിട്ടുള്ള, അഥവാ ഉയരം കുറഞ്ഞ, കാണാൻ തീരെ സൗന്ദര്യമില്ലാത്ത, ഒരു കുലീനമായ ഗോത്രത്തിലോ വംശപരമ്പരയിലോ ഇല്ലാത്ത, ആളുകൾക്കിടയിൽ പ്രത്യേക സ്ഥാനമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അറബികൾക്കിടയിൽ ഒന്നെങ്കിൽ നല്ല ആകാരഭംഗി വേണം, നല്ല സൗന്ദര്യ രൂപവും വേണം, അതല്ലെങ്കിൽ നല്ല കുടുംബ പാരമ്പര്യം വേണം. അങ്ങനെയൊന്നുമില്ല. ഒരാളേറ്റും കൂട്ടുകൂടാത്ത, ആരും കൂട്ടുകൂടാത്ത, അങ്ങനെയുള്ള ഒരാളായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ സഹാബി ഇസ്ലാം സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തി, ഈമാൻ ഉന്നതമായ അവസ്ഥയിൽ കാത്തു സൂക്ഷിച്ചിരുന്ന സഹാബിയായിരുന്നു ജുലൈബീബ്. ആളുകൾക്കൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ടും അള്ളാഹുവിനോടുള്ള സിദ്ഖും ഇഖ്ലാസും എല്ലാം കണ്ടിട്ട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ജുലൈബീബ് റളിയല്ലാഹുവിനെ ആരും കല്യാണം കഴിക്കാൻ പെണ്ണു കൊടുക്കുന്നില്ല. മകളെ സഹോദരിയോ കെട്ടിച്ചു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. കാരണം ഒന്നുമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, നല്ലൊരു ഗോത്രമില്ല, ഒന്നുമില്ല, സ്വന്തമായിട്ട് വലിയൊരു വരുമാനം ഒന്നുമില്ല. അപ്പൊ ആരും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അന്ന് അൻസാരികൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അൻസാരികൾ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്നുണ്ടോ, വിവാഹം കഴിക്കാനുള്ള ആലോചന നടത്തുന്നുണ്ടോ എന്ന് അവരൊന്ന് നോക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വേറെ കല്യാണം ആലോചന വരുമ്പോൾ അങ്ങനെ നടത്തി കൊടുക്കും. അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്ന്. ഒരു ദിവസം ഒരു അൻസാരിയായ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വിജ്നി ഇബ്നതക്, നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് നൽകണം എന്ന് പറഞ്ഞു. അപ്പോ ഈ സഹാബി പറഞ്ഞു, നിഅമ്മ വകറാമത്തുൻ യാ റസൂലല്ലാഹ് വനുഅമ ഐനി, സന്തോഷമുള്ള കാര്യമാണ് റസൂലെ, ഞാൻ മകളെ നിക്കാഹ് ചെയ്ത് നൽകാം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു ഉരീദുഹാ ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വിവാഹം കഴിക്കാനല്ല ഞാൻ ഇത് അന്വേഷിച്ചത്. ഖാല, അപ്പോ സഹാബി ചോദിച്ചു, ഫലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ വേറെ ആർക്കാണ്? അപ്പോ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലി ജുലൈബീബിൻ, ജുലൈബീബിനാണെന്ന് പറഞ്ഞു. ജുലൈബിബിനെ എല്ലാവർക്കും അറിയാം, ഈ ഒരു അവസ്ഥയിലുള്ള ആളാണ്. അപ്പോ ജുലൈബീബിനാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപ്പ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഉശാവിറു ഉമ്മഹ, ഞാൻ ആ കുട്ടിയുടെ ഉമ്മയോട്, അഥവാ എന്റെ ഭാര്യയോട് കൂടി ഒന്ന് കൂടി ആലോചിക്കട്ടെ.
കാരണം വിവാഹമാണ്, ഉപ്പയും ഉമ്മയും എല്ലാം പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പൊ ഉമ്മയോടൊന്ന് ഞാൻ കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയുടെ അടുക്കൽ വന്നു, അതായത് ഭാര്യയുടെ അടുക്കൽ വന്നു. എന്നിട്ട് കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോ ഉമ്മയും വിചാരിച്ചത്, അതായത് ഇയാളുടെ ഭാര്യയും വിചാരിച്ചത് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യയും സന്തോഷം പ്രകടിപ്പിച്ചു, പറഞ്ഞു ഇന്നഹു ലൈസ യഖ്തുബുഹാ ലിനഫ്സിഹി, റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടല്ല, ഇന്നമാ യഖ്തുബുഹാ ലിജുലൈബീബിൻ, ജുലൈബീബിന് വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞു. ജുലൈബീബിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഭാര്യ പറഞ്ഞു ജുലൈബീബിന് വേണ്ടിയോ, ഒരു ഇഷ്ടക്കുറവിന്റെ വാക്കായിട്ട് ജുലൈബിന് വേണ്ടിയോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇല്ല, ഒരിക്കലും ജുലൈബിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല, മകളെ ജുലൈബിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഈ ഉപ്പ ഭാര്യയ്ക്ക് താല്പര്യമില്ല, പിന്നെ മകളെ ഇങ്ങനെ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ ഉപ്പ അത് അറിയിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ മകൾ, അവരുടെ മകൾ വളരെയധികം ഈമാനികമായിട്ട് വിശ്വാസം ഉറച്ചിട്ടുള്ള ആ മകൾ ചോദിച്ചു, മൻ ഖതബനി ഇലൈക്കും, ആരാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ വിവാഹം അന്വേഷിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത്? അപ്പോ ആ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായത്, അപ്പൊ ഞാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ മകള് പറഞ്ഞു, അതറുദ്ദൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പനക്കെതിരാണോ നിങ്ങൾ ചെയ്യുന്നത്? റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ അതിനെതിരെ ചെയ്യുകയോ? ഇദ്ഫഊനി ഫഇന്നഹു ലം യുളയ്യിനി, ആ മകള് പറയാണ്, നിങ്ങൾ എന്റെ കാര്യം ഒരു പേടിയും പേടിക്കണ്ട, അള്ളാഹു എന്നെ ഒരിക്കലും പാഴാക്കൂല, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ ജുലൈബിന് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുത്തോളീം എന്ന് ആ മകൾ പറഞ്ഞു. അങ്ങനെ ഈ കാര്യം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് അറിയിച്ചു. അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹും മഹറും അതുപോലെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അതിനുള്ള കുറച്ച് സമ്പത്തും ഇതൊക്കെ ചെലവഴിച്ച് ആ വിവാഹം നടന്നു. വിവാഹം നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികൾ പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികളെല്ലാം തിരിച്ചു വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ തഫ്ഖിദൂന മിൻ അഹദിൻ, നിങ്ങൾ ആരെങ്കിലും കാണാത്തായിട്ടുണ്ടോ, ആരെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഖാലു, സഹാബികൾ പറഞ്ഞു, നഫ്ഖിദു ഫുലാന വനഫ്ഖിദു ഫുലാൻ, ഇന്നാലിനാള് അവിടെ ഷഹീദായി മരിച്ചിട്ടുണ്ട്, ഇന്നാലിനാള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അറിയിച്ചു. വീണ്ടും റസൂൽ ചോദിച്ചു, ഉൻദുറു ഹൽ തഫ്ഖിദൂന മിൻ അഹദിൻ, നിങ്ങൾ പിന്നെ ശരിക്കും നോക്കി ആരെങ്കിലും, നിങ്ങൾ വേറെ ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ? അപ്പോ പിന്നെ അവര് പറഞ്ഞില്ല, സഹാബികൾ ഇല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നി അഫ്ഖിദു ജുലൈബീബൻ, പക്ഷേ എനിക്ക് ജുലൈബിനെ കാണാനില്ലല്ലോ ഈ കൂട്ടത്തില്. കാരണം സഹാബികൾ അത്രയൊന്നും പരിഗണിക്കാറുണ്ടായില്ല, അഥവാ ആളുകൾക്കിടയിൽ ഒരു പരിഗണന ഇല്ലാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണ് ജുലൈബീബ്. ചില ആളുകൾ ഉണ്ടാവുമല്ലോ, ചില ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇല്ലാതായ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. പക്ഷെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ആളാണ് ആളുകൾക്കിടയിൽ ജുലൈബീബ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, ജുലൈബീബിനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഫത്ലുബൂഹു ഫിൽ ഖത്ല, അങ്ങനെ റസൂലുള്ളാഹി കൊല്ലപ്പെട്ട ആളുകളുടെ ശരീരങ്ങൾ ഒന്നുകൂടി നോക്കി, അതിൽ ജുലൈബീബിന്റെ ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഫത്വലബൂഹു ഫവജദൂഹു ഇലാ ജംബി സബ്അത്തിൻ ഖദ് ഖതലഹും ثم ഖതലൂഹു, അങ്ങനെ സ്വഹാബികൾ നോക്കിയപ്പോ 7 മുശ്രിക്കീങ്ങളുടെ ശരീരത്തിനടുത്തായിട്ട് ജുലൈബീബിന്റെ ശരീരം കിടക്കുന്നുണ്ട്. ജുലൈബീബ് ഉയരം കുറഞ്ഞ വലിയ ആകാര ശക്തിയൊന്നുള്ള ആളൊന്നല്ല, പക്ഷെ 7 മുശ്രിക്കീങ്ങളെ കൊന്നിട്ട് അതിനിടയിൽ പിന്നെ വെട്ടും കുത്തുമെല്ലാം ഏറ്റ് ജുലൈബീബും കൊല്ലപ്പെട്ടതാണ്. ചുറ്റും 7 ആൾക്കാരെ കൊന്നിട്ടാണ് ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ അവസ്ഥയിലൂടെ കിടക്കുന്നുണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഖതല സബ്അതൻ വഖതലൂഹു, 7 ആളെ കൊന്നിട്ടാണ് ജുലൈബീബ് കിടക്കുന്നത്, അങ്ങനെ കൊല്ലപ്പെട്ടതാണ്. ഹാദാ മിന്നി വ അന മിൻഹു, ജുലൈബീബ് എന്നിൽപ്പെട്ടതാണ്, ഞാൻ അവനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹാദാ മിന്നി വ അന മിൻഹു, അത് ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് 3 തവണ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ജുലൈബീബിന്റെ ശരീരം എടുത്തു. ഒരാളും പിടിച്ചിട്ടില്ല, ഒരു കട്ടിലിൽ വെക്കൊന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പൊന്തിച്ച് നേരെ കൊണ്ടുപോയി ഖബറിൽ വെക്കുകയാണ് ഉണ്ടായത്.
ഷഹീദായി മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുളിപ്പിക്കുകയോ മറ്റൊന്നും വേണ്ട. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ എടുത്ത്, കാരണം അത്ര ചെറിയൊരു കുറിയ മനുഷ്യനാണ്, എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ കൊണ്ടുപോയി വെച്ച് മറമാടി. ആ പത്നി എന്ന് പറയുന്നത്, ആ പെൺകുട്ടി എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള, കാരണം ഇത്രയും നല്ല ഒരു ഈമാൻ തെളിയിച്ചിട്ടുള്ള ഷഹീദായിട്ടുള്ള ഒരാളുടെ ഭാര്യയായി മാറി എന്നുള്ളത് അൻസാരികൾക്കിടയിൽ വലിയൊരു സ്ഥാനമുള്ള ആളായിട്ടാണ് ആ സ്ത്രീ പിന്നീട് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞിട്ട് അത് സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ആ പെൺകുട്ടിക്ക് പ്രത്യേക താല്പര്യമുണ്ടാകില്ല. പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടി പറഞ്ഞ ആ വാക്കിൽ, പെൺകുട്ടി പറഞ്ഞ ആ കാര്യത്തിൽ എന്തുണ്ടായി? ഇതുപോലെയുണ്ട് പിന്നെ ഒരു അനന്തരഫലമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വേറെയും സംഭവം കാണാം. ഫാത്തിമ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹ, അവരുടെയും വിവാഹാലോചന ഇതുപോലെയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു മകൻ എന്ന് പറയുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ല, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനായ ഉസാമക്ക് വേണ്ടി ഫാത്തിമ ബിൻ ഖൈസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം നിശ്ചയിച്ചു. ഫാത്തിമ ബിൻ ഖൈസ് ഉന്നത ഗോത്രത്തിലുള്ള സ്ത്രീയാണ്. അപ്പോ ഒരു അടിമയുടെ മകൻ എന്നറിയപ്പെടുന്ന ഈ സ്ഥാനത്തുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സമ്മതിച്ച് കല്യാണം കഴിക്കുകയും, ഉസാമ റളിയല്ലാഹുവിന്റെ പേരെന്താണ്? ഉസാമ റളിയല്ലാഹുവിന് ഒരു വിളിപ്പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബുൻ നബി എന്നാ പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ആളെന്നാണ് പേര്. അങ്ങനെ ഉണ്ടായിരുന്ന ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടുള്ള സഹാബി പിന്നീട് ആ ഫാത്തിമ ബിൻത് ഖൈസ് പറയുന്നുണ്ട്, എന്നെ പോലെ ബാക്കിയുള്ള മുസ്ലിം പെൺകുട്ടികൾ അസൂയപ്പെട്ട ഒരാളുണ്ടാവില്ല എന്ന്, ഉസാമയുടെ പത്നി ആയതുകൊണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി, അവിടെ കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവും കൽപ്പനവും മുൻഗണന കൊടുത്തോ എന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ രൂപത്തിലും വേഷത്തിലും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രൂപവും ഇങ്ങനെ ഒരു വേഷം തിരഞ്ഞെടുക്കുന്നത്? പ്രത്യേകിച്ച് കുട്ടികൾ. ഇപ്പൊ പല കുട്ടികൾക്കും അവരിപ്പോ ഒരു ജുബ്ബ ഇടുന്നത്, അല്ലെങ്കിൽ താടി വളർത്തുന്നത്, അല്ലെങ്കിൽ സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? അവര് നാട്ടില് ഇന്ന കളിക്കാരും ഇന്ന സിനിമാ നടന്മാരൊക്കെ ഇടുന്ന അതുപോലെയുള്ള വസ്ത്രം ധരിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ താടി വടിച്ച് നടന്നാലും താടി വെട്ടി ചെറുതാക്കി നടന്നാലും എന്താ ഇപ്പൊ പ്രശ്നം? അതല്ലേ ഭംഗി ഉണ്ടാവുക? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന് എന്തായിരുന്നു ഇഷ്ടം? റസൂലിന് എന്തായിരുന്നു ഇഷ്ടം? റസൂലിന് എന്താണോ കൽപ്പിച്ചത് അതായിരിക്കണം നമ്മുടെ ഇഷ്ടം, അതായിരിക്കണം നമ്മുടെ ഇഷ്ടം, അതായിരിക്കണം നമ്മുടെ താല്പര്യം. കാരണം ഈ ലോകത്ത് ജനിച്ച് മരണപ്പെടുന്ന കോടാനുകോടി ആളുകളിൽ ഇത്രയും ഉത്തമനായിട്ടുള്ള വേറൊരാളുമില്ല. ഇപ്പൊ ഒരാളെ, ഇപ്പൊ കുട്ടികളൊക്കെ ഒരു കളിക്കാരനെയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനെയൊക്കെ അവരുടെ മോഡലും അവരുടെ ഫാഷനൊക്കെ പിൻപറ്റാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ അയാളുടെ ഭംഗി, അല്ലെങ്കിൽ അയാളുടെ ആ വേഷത്തിന്റെ ഒരു ഇത്, അതൊക്കെ പരിഗണിച്ചിട്ടാണ്. എന്നാൽ സൗന്ദര്യത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ഒരാളില്ല. അപ്പൊ ഏറ്റവും ഉത്തമം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപത്തിനോട് സാദൃശ്യപ്പെട്ടിട്ട് അതുപോലും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ അതിനു വേണ്ടിയിട്ടാണ്, ആ ഒരു നിയ്യത്തിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട വേഷമെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. എല്ലാ മേഖലയിലും ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ സഹോദരങ്ങളെ, സ്വഹാബികൾ അവരുടെ ചരിത്രത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണം കാണിക്കാൻ അവർ എന്ത് ത്യാഗവും ചെയ്തിരുന്നു എന്നുള്ള മറ്റൊരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അതിഥി വന്നു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഒരു അതിഥി വന്നു. അപ്പൊ രാത്രി അവിടെ താമസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയാണ്. അപ്പൊ വന്ന സമയത്ത് ആ അതിഥിക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോയി അന്വേഷിച്ചു, പിന്നെ എന്താണ് അവിടെ ഭക്ഷണം ഉള്ളത്. അപ്പോ ആ ഭാര്യമാരൊക്കെ പറഞ്ഞു, മാ മഅന ഇല്ലൽ മാ, വെള്ളം അല്ലാതെ ഒന്നുമില്ല ഇവിടെ കഴിക്കാൻ, വെള്ളം മാത്രമേ ഉള്ളൂ, ഭക്ഷണമായിട്ടൊന്നുമില്ല. പൊതുവെ അന്ന് ഭക്ഷണം കുറവാണ്, അവർക്കുള്ളത് കഴിച്ചു, അല്ലെങ്കിൽ അത് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മൻ യദുമ്മു ഔ യുദീഫു ഹാദാ, ആരാണ് ഇന്ന് ഇവന് രാത്രി താമസിക്കാനും അതുപോലെ ആതിഥേയത്വം നൽകാൻ ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ അൻസാരികളിൽ പെട്ടൊരു വ്യക്തി, ചില വായത്തിൽ കാണാം, അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു.
ഒരു വ്യക്തി പറഞ്ഞു, ഞാനുണ്ട് റസൂലെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഒന്ന് എന്റെ വീട്ടിൽ താമസിച്ച് ഭക്ഷണം നൽകിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ വ്യക്തിയെയും കൊണ്ട് ഫന്തലഖ ബിഹി ഇല ഇംറഅതി, തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി, വീട്ടിലേക്ക് പോയി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അക്രിമി വൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കണം എന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, മാ ഇൻദനാ ഇല്ലാ ഖൂതു സിബിയാനി, നമ്മുടെ അടുക്കൽ ഇനിയുള്ളത് ആകെ കുട്ടിക്കുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല ഇവിടെ. നമ്മുടെ കുട്ടിക്ക് കഴിക്കാനുള്ള ആ ഭക്ഷണം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി പറഞ്ഞു, ഹയ്യി തആമകി, നീ നിന്റെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്ക്. വസ്ബിഹി സിറാജകി, നീ ആ വിളക്ക് കെടുത്തി വെച്ചോ, നമ്മുടെ ഭാഗത്തുള്ള വിളക്ക് നീ കെടുത്തി വെച്ചോ. വനവ്വിമി സിബിയാനകി ഇദാ അറാദു അശാഅൻ, അവര് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ അവർ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കിടത്തി ഉറക്ക്, അവരെങ്ങനെയും കിടത്തി ഉറക്കാൻ പറഞ്ഞു. ഫഹയ്യഅത് തുആമഹ വസ്ബഹത് സിറാജഹ, വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, അവരുടെ ഭാഗത്തുള്ള കെടുത്താനല്ല കത്തിക്കാൻ പറഞ്ഞു. വനവ്വമത് സിബിയാനഹ സുമ്മ ഖാമത് കഅന്നഹാ തുസ്ലിഹു സിറാജഹ, അങ്ങനെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ വിളക്ക് അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഭാഗത്തുണ്ടായിരുന്ന വിളക്ക് അതിനെന്തോ കേട് വന്നിട്ടുണ്ട്, അത് നേരാക്കണമെന്ന നിലക്ക് ആ സ്ത്രീ എഴുന്നേറ്റ് അത് നേരാക്കാൻ നിലക്ക് അവിടെ കെടുത്തി വെച്ചു. അപ്പൊ ഇവരുടെ ഭാഗത്തുള്ള വിളക്ക് കെടുത്തിയിട്ടുണ്ട്, വന്ന അതിഥിയുടെ ഭാഗത്ത് മാത്രമേ വിളക്കുള്ളൂ. അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കാവുന്ന നിലക്ക് ഇവർ ആ ഭാഗത്ത് ഇരുന്നു. അതിഥിക്ക് എന്തു ചെയ്തു, ആ കുട്ടിയുടെ ഭക്ഷണം ഉണ്ടായിരുന്നത് കൊടുത്തു. അവർ അങ്ങനെ വിശക്കുന്ന അവസ്ഥയിൽ ഭക്ഷണം ഇല്ലാതെ, വേറെ ചില വായത്തിൽ കാണാം ഒരു പുതപ്പേ ആ വീട്ടിലുള്ളൂ, വിരിപ്പും പുതപ്പൊക്കെ ആയിട്ട് ഒരു വസ്ത്രമേ ഉള്ളൂ, അത് അതിഥിക്ക് കൊടുത്ത് ഇവരവിടെ ആ വീട്ടിൽ മാറി, പിന്നെ വേറെ ഭാഗത്തായിട്ട് ഇതൊന്നും ഇല്ലാതെ അവർ രാത്രി കഴിഞ്ഞു. فلما أصبح غدا إلى رسول الله صلى الله عليه وسلم, രാവിലെ ആയപ്പോ ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മടങ്ങിയെത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. അപ്പൊ റസൂലുള്ളാഹി ഈ സഹാബിയോട് പറയാണ്, വഹിക്കല്ലാഹു ലൈലത ഔ അജിബ, അല്ലാഹു ഇന്നലെ രാത്രി ചിരിച്ചു, അഥവാ ഇവരുടെ മിൻ ഫിആലികുമ, നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഈ കാര്യം കണ്ടിട്ട് അല്ലാഹു തആല എന്ത് ചെയ്തു, അല്ലാഹു ചിരിച്ചിട്ടുണ്ട്, അല്ലാഹു അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ സിഫത്താണ് ചിരിക്കുക എന്നുള്ളത്. എങ്ങനെയെന്ന് അള്ളാഹുവിനെ അറിയാം, അള്ളാഹു ആയാലും അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു ചിരിക്കും. അപ്പൊ അള്ളാഹു ചിരിച്ചു, അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു, വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് സ്വന്തത്തിൽ ആവശ്യമുണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് പരിഗണന കൊടുത്തു എന്ന് പറയുന്ന ആയത്തിറങ്ങി. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്തി ഒരു കാര്യം, അത് ഏത് തരത്തിലാവട്ടെ, കൽപ്പനയാവട്ടെ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യമാവട്ടെ, റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള കാര്യമാവട്ടെ, അതിനെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ, അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, വിരോധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ സ്വഹാബികൾ ഏറ്റവും നല്ല മാതൃകയാണ്. മദ്യം നമുക്കറിയാം, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മദ്യം പൂർണ്ണമായി വിരോധിച്ചിട്ടില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മദ്യപിക്കരുത്, അങ്ങനെ ഓരോ സന്ദർഭത്തിലായി പറഞ്ഞിട്ട് അവസാനത്തിലാണ് വിരോധിക്കുന്നത്. അപ്പൊ മദ്യം വിരോധിച്ചിട്ടുള്ള, പൂർണ്ണമായി മദ്യം ഒഴിവാക്കണം എന്നുള്ള ആയത്ത് ഇറങ്ങുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നുണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ അബൂ ഉബൈദ, അബൂ തൽഹ, ഉബയ്യ് ഇബ്നു കഅബ് എന്നീ പിന്നെ ആളുകളോടൊപ്പം അവർക്ക് മദ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ മദ്യം വിരോധിക്കുന്നതിന് മുമ്പ് അബൂ ഉബൈദ, അബൂ തൽഹ, ഉബയ്യ് ഇബ്നു കഅബ് എന്നിവരൊക്കെ അവർക്കൊക്കെ മദ്യം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ അബൂ തൽഹക്കെ മദ്യത്തിന്റെ അന്നത്തെ വലിയ എടുത്തു വെച്ച് വിൽക്കുന്ന ആളാണ്, അതിന്റെ കച്ചവടം ചെയ്യുന്ന ആളാണ്. ആ സമയത്ത് ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, അല്ലാഹുവിന്റെ റസൂല് മദ്യം എന്താക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മദ്യം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖും യാ അനസ്, അനസ് ഫഅഹ്രിഖ്ഹാ ഫഅഖ്റത്തുഹാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുത്തെ വലിയ സമ്പന്നനാണ്, മദ്യം കച്ചവടം ചെയ്യുന്ന ആളാണ്.
എല്ലാം ഒഴുക്കി കളയാൻ പറഞ്ഞു. എല്ലാം ആ മദ്യം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വീപ്പകളെല്ലാം മറിച്ച് ഒഴുക്കി കളയാൻ പറഞ്ഞു, അത് ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ കേട്ട ഉടനെ അത് ചെയ്യാം. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ പറയുമ്പോൾ അത് പിന്നെ അതിനെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചോദ്യമില്ല. ചില ആളുകൾ കാണാം ദീനിൽ ചില കാര്യങ്ങൾ വെക്കുമ്പോ പിന്നെ ചില സ്ത്രീകൾ ചോദിക്കുന്നത് കാണാം, പുരുഷന്മാർക്ക് അത്തറും സുഗന്ധമൊക്കെ ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ, പല കാര്യങ്ങൾ വരാം. ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ? അതിലൊറ്റ മറുപടി ഉള്ളൂ, എന്താ? അള്ളാന്റെ റസൂൽ അത് കൽപ്പിച്ചു, അള്ളാന്റെ റസൂൽ അത് വിരോധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചില്ലേ, മുആദ എന്നുള്ള സ്ത്രീ വന്ന് ചോദിച്ചു, ഇതെന്താ ഉമ്മ, നമ്മള് നോമ്പ് ഹൈളുകാരി അയക്കുമ്പോ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ട നമ്മൾ എടുത്തു വീട്ടണ്ട, നിസ്കാരം നഷ്ടപ്പെട്ട് തിരിച്ച് നിസ്കരിക്കണം, അതെന്താ അങ്ങനെ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത വഴിക്ക് ചോദിച്ചെന്താ, ആ ഹരൂരിയത്തു നൻതി, നീ ഖവാരിജികൾ പെട്ട പെണ്ണാണോ ചോദിച്ചു. അപ്പൊ അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി എന്താ, അള്ളാഹിന്റെ റസൂലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, റസൂൽ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് അത് ചെയ്യുന്നത്. ഇതാണ് ദീൻ. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതും. അതുപോലെ തന്നെ അവർക്ക് സഹാബികൾക്ക് അങ്ങേയറ്റം ആവശ്യമായിരുന്ന ഒരു സമയത്ത് പോലും അവർ റസൂൽ ഒരു കാര്യം വിരോധിച്ചിട്ടെങ്കിൽ അത് ഒഴിവാക്കുമായിരുന്നു. ആദ്യകാലത്ത്, ഇസ്ലാമിന്റെ ആദ്യകാലത്തെല്ലാം നാടൻ കഴുതയുടെ മാംസം ഹലാലായിരുന്നു, ഭക്ഷിക്കാമായിരുന്നു നാടൻ കഴുതയുടെ. അങ്ങനെ ഒരു ദിവസം നല്ല വിശപ്പും ബുദ്ധിമുട്ടും വിശന്ന് നിൽക്കുന്ന സമയത്ത് ഒരു നാടൻ കഴുതയുടെ മാംസം പാചകം ചെയ്ത് പാത്രത്തിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വേവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ആ സമയത്ത് പിന്നെ ആണ് ഒരാൾ വന്നിട്ട് ഭക്ഷണം ആയോ പാകും ആയിട്ട് വേണം ഭക്ഷിക്കണം എന്നുള്ള നിലക്ക് കാത്തു നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, ഇന്നല്ലാഹ വ റസൂലഹു യൻഹയാനികും അനിൽ ലുഹൂമിൽ ഹുംറിൽ അഹ്ലിയ, നാടൻ കഴുതയുടെ മാംസം അല്ലാഹു റസൂലും ഹറാമാക്കിയിട്ടുണ്ട്, അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ തിളക്കുന്ന പാത്രം അങ്ങനെ തന്നെ അവരത് കളഞ്ഞു. മാംസം വേവിച്ചിട്ട് വേണം, വിശപ്പുള്ള അവസ്ഥയിലാണ്, ഒരു യുദ്ധസന്ദർഭത്തിൽ യാത്രയിലുമാണ്. അപ്പൊ ആ ഭക്ഷണം അതായിട്ട് വേണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു റസൂൽ അത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ആ തിളക്കുന്ന അവസ്ഥയിൽ തന്നെ അവരത് ഒഴിവാക്കാനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് ഹറാമിന്റെ വിഷയത്തിലാവട്ടെ, ഏതൊരു കാര്യം പരിഗണിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ വിഷയത്തിൽ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞിട്ടുള്ളത്. ഒരു വേഷം ധരിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ, എന്ത് കാര്യത്തിലും അള്ളാന്റെ റസൂൽ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു സംഭവം കാണാം, എത്രത്തോളം അവർ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ഖൈബർ യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാത്രിയിൽ പറഞ്ഞു, നാളെ ഈ കൊടി, ഈ യുദ്ധത്തിന്റെ കൊടി പിന്നെ നേതാവായിക്കൊണ്ട് ഞാൻ ഈ കൊടി അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളെ ഏൽപ്പിക്കും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ വെച്ച സംഭവമുണ്ട്, നമ്മൾ പറയുന്നില്ല. അത് ഏൽപ്പിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംഷി വലാ തൽതഫിത് ഹത്താ യഫ്തഹ അല്ലാഹു അലൈക്, അള്ളാഹു നിനക്ക് വിജയം തരുന്നത് വരെ നീ തിരിയാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ്, ഏത് വരെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്, ശത്രുക്കളുമായിട്ട് എന്താണ് യുദ്ധം അവസാനിപ്പിക്കേണ്ട അവസാനത്തെ നയം എന്താണ് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയം തരുന്ന വരെ നീ മുന്നോട്ട് നീ തിരിയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പകുതി പോയിട്ട് നിന്നിട്ട്, ഒരു സ്ഥലത്തെത്തി നിന്നിട്ട് കുറച്ച് പോയിട്ട് അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞില്ല. പിന്നോട്ട് തിരിയാതെ ഉറക്കെ വിളിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ മാദാ ഉഖാതിലുൻ നാസ്, ഏത് സമയം വരെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? അപ്പോ ഓണ പോക്കില് തിരിയരുത്, അങ്ങോട്ട് ശത്രുക്കളോട് നേരിട്ട് പോണെന്ന് റസൂലുള്ള പറഞ്ഞതുകൊണ്ട് തിരിയാതെ അങ്ങനെ തന്നെ നിന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഏതുവരെയാണ് ഈ യുദ്ധം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാതിലുഹും ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്ത് അംഗീകരിക്കുന്നവരെയും നീ യുദ്ധം ചെയ്യുക. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരെന്തായി, പിന്നെ അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ള വിഷയം പറഞ്ഞു. അപ്പൊ അത്രത്തോളം അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. മറ്റൊരു സംഭവം കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം.
ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വേണ്ടി മസ്ജിദിലേക്ക് വരിക. മസ്ജിദിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറുമ്മ കയറി അവിടെ കുറച്ച് ആളുകൾ നിൽക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇജ്ലിസൂ എന്ന് പറഞ്ഞു, എല്ലാവരും ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിന്റെ കവാടത്തിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസൂ എന്ന് പറഞ്ഞത് കേട്ടത്, ഇരിക്കണം എന്ന് പറഞ്ഞു കേട്ടത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരുന്നു, ആ വാതിന്റെ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ പറഞ്ഞു തആല യാ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എണീറ്റു അതിവിടെ വന്നിരുന്നു എന്ന് പറയാണ്. സ്വഹാബികളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. റസൂലിന്റെ ഇജ്ലിസൂ എന്ന് പറഞ്ഞു, എവിടെയാണ് എന്താണെന്നല്ല, അവിടെ ഇരിക്കുകയാണ്. കാരണം ആ അനുസരണത്തിൽ അത്രയധികം അവര് ശ്രദ്ധ കൊടുത്തിരുന്ന, ഒരു പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു സ്വഹാബികൾ എന്നുള്ളത്. ധാരാളം സംഭവങ്ങൾ ഇനിയും സ്വഹാബികളുടെ ചരിത്രത്തിൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മൾ ഇജ്ജത്തോടുകൂടി ഏറ്റവും അധികം മുറുകെ പിടിക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇജ്ജത്ത് അതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എത്ര മുറുകെ പിടിക്കുന്നു അത്രത്തോളം നൂറ് അള്ളാഹു നമ്മുടെ ഖൽബിലിട്ട് വരും. അത്രത്തോളം ഹഖിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകും. അത്രത്തോളം ദീനിൽ നമുക്ക് ഇസ്തിഖാമത്ത് നൽകും. കാരണം അതിനേക്കാൾ ശരിയായ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഹദീസുകൾ നമ്മൾ കേൾക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, സലഫുകൾ ഒരു ഹദീസിന് വേണ്ടി ഒരു പേപ്പറിൽ എഴുതിയാൽ ഒരു വരിയിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ഹദീസായിരിക്കും. അത്ര ചെറിയ ലഫ്ളേ ഹദീസിന്റെ മത്തിനുണ്ടാവുകയുള്ളൂ. പക്ഷെ ആ ഹദീസ് കിട്ടാൻ വേണ്ടി ഒരു മാസം ഒരു ജോലി ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് അറിയോ? ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാക്കാൻ. എന്നിട്ട് യാത്രാമൃഗവും യാത്രക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് 6 മാസത്തോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യും. 6 മാസത്തോളം മരുഭൂമിയിലൂടെ എല്ലാം യാത്ര ചെയ്യും മറ്റൊരു നാട്ടിലേക്ക്. കാരണം അവിടെ ഒരാള് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യും. അത്ര ആ സമയം എടുത്തിട്ട് എന്നിട്ട് അവിടെ പോയി ആ ഹദീസ് ആ വ്യക്തിയിൽ നിന്ന് ഇന്നാളെന്ന് കേട്ടു അങ്ങനെ റസൂലുള്ളാഹിൽ നിന്ന് ശരിക്ക് കേട്ടുള്ള ഹദീസാണെന്ന് ആ ഹദീസ് കേട്ട് പഠിക്കും. എഴുതിയാൽ ചിലപ്പോ ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു വാക്കായിരിക്കും. പക്ഷെ ആ വാക്ക് അവർ പറയാറുള്ള സലഫുകൾ പറയാറുണ്ട്, ആ ഹദീസ് കേൾക്കാതെ ഞാനെങ്ങാനും മരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം അല്ലാഹു തആല അവന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, അത് ഞാൻ അറിയാതെ എങ്ങാനും ഞാൻ മരിച്ചു പോകുമോ എന്നുകൊണ്ടാണ് ഇന്ന ആളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ ത്യാഗം സഹിച്ചു പോയിട്ടുള്ളത്. ഹദീസുകൾ അത്ര ത്യാഗം സഹിച്ച് മുൻഗാമികൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമുക്കിന്ന് എളുപ്പമാണ്. നമുക്കൊരു ഹദീസ് കിതാബ് എടുത്തിട്ട് അതിൽ സ്വഹീഹും വഈഫും ഒക്കെ ആയിട്ട് വേർതിരിച്ച് കിതാബ് ഉണ്ടാവും. അതിൽ നമുക്ക് അതിന് വായിച്ചിട്ട് അത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ മതി. അപ്പൊ ഹദീസിന്റെ പ്രാധാന്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പുകൾ. ഹദീസ് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, സ്വഭാവവും ശാരീരികവുമായിട്ടുള്ള വിശേഷണങ്ങൾ, ഇതാണ് ഹദീസ്. അനുവാദം കൊടുത്ത കാര്യങ്ങൾ, ഇതാണ് ഹദീസ്. ഇതിന്റെ പ്രാധാന്യം എവിടെയാണ് കിടക്കുന്നത്? അപ്പൊ അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അത് പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം സഹോദരങ്ങൾ നമ്മുടെ എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനമാണ്. അതാണ് ദീൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണം അള്ളാഹുവിനുള്ള അനുസരണമാണ്. അതിലേറ്റവും നമ്മുടെ മാതൃക സ്വഹാബികളാണ്. അവരത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അനുസരിക്കുന്നിടത്ത് പ്രാധാന്യത്തിൽ അവർ നിന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ മാനുഷികമായിട്ടുള്ള ചില സംസാരങ്ങളും ഒരു പിൻവാങ്ങലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം അവർ കാണിച്ചത് അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക, ഒരു തീരുമാനം എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ പോലെ ആയിരിക്കും എന്റെ ജീവിതത്തിലെ, എന്നിട്ട് അത് പരിശ്രമിച്ച് ജീവിതത്തിൽ ശീലമാക്കി കൊണ്ടുവരിക. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും, ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ അവരുടെ ചരിത്രം മുൻഗാമികൾ വിട്ട് ഈ കാലം വരെ നോക്കിയാൽ സുന്നത്തിൽ നിന്ന് പഴച്ചുപോയതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഈ ദീനില് പിഴച്ചുപോയ ധാരാളം സംഘങ്ങളുണ്ട്. ഇപ്പൊ ഖവാരിജികള്, മുഅ്തസിലിയാക്കള്, ജഹ്മിയാക്കള്, ഇവരുടെയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരിലുമുള്ള പൊതു സ്വഭാവം എന്താണെന്നറിയോ? ഹദീസ് നിഷേധമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ നിഷേധിക്കലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം അത് സ്വഹീഹായിട്ട് വന്നിട്ട് അതിന് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിലും വലിയ പിഴവെന്താ? പിന്നെ അവരെവിടെ ചെന്ന് വീഴാന്ന് അവർക്ക് തന്നെ അറിയില്ല. വലിയ
പിഴവിലാണ് അവരെത്തുക. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് പോലും ഞാൻ ഒഴിവാക്കാറില്ല, അത് ഒഴിവാക്കിയാൽ ഞാൻ പിഴച്ചു പോകുന്നു പേടിച്ചിട്ടാണ് എന്ന്. അപ്പോ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ കിതാബുകൾ, അത് അല്ലെങ്കിൽ അതിന്റെ ദർസുകൾ, ഷറഹുകൾ അതെല്ലാം വായിക്കുകയും ദീനിന്റെ സദസ്സുകൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന, റസൂലിനെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിനോടുള്ള സ്നേഹം തെളിയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്താൻ സാധിക്കുന്ന ധാരാളം കർമ്മങ്ങളുണ്ട്. അവയും ചെയ്ത് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കാനുള്ള തൗഫീഖും നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.